ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ കാലത്തിന് ശേഷം വീഡിയോ ഒന്നുമില്ല. ഇതൊരു ടൈം പാസ് പോലെ തന്നെ വീണ്ടും എടുത്താണ് ഈ വീഡിയോ. ഇത് എൻ്റെ വണ്ടിയാണ്, അപ്പോൾ ഇതിന് ഓയിൽ ചേഞ്ച് ചെയ്യാമെന്ന് വെച്ചു. ഓയിലൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായി. 10,000 കിലോമീറ്റർ ആയി നോട്ടെ. 11,024 കിലോമീറ്റർ 11,000. അപ്പോൾ പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റാമെന്ന് വെച്ചു. അപ്പോൾ എഞ്ചിൻ ഓയിൽ മാറ്റാൻ ഇനി വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി അപ്പോയിൻമെൻറ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് വരുമ്പോൾ ചിലപ്പോൾ ടൈം എടുക്കും. അപ്പോൾ ഞാൻ തന്നെ എന്ത് ചെയ്യുന്നു, ആമസോണിൽ നിന്ന് ഓയിലും മേടിച്ചു. ഓയിൽ ഇത് 2 ലിറ്റർ മേടിച്ചു. 1,600 മതി. ഞാൻ 2 ലിറ്റർ മേടിച്ചിട്ടുണ്ട്. ഫുൾ സിന്തറ്റിക് തന്നെ 2 ലിറ്റർ മേടിച്ചിട്ടുണ്ട്. 10W40 തന്നെ. പിന്നെ മേടിച്ചു ഇത് ഷോറൂമിൽ തന്നെ മേടിച്ചാണ് ഓയിൽ ഫിൽറ്റർ. ഇതിൻ്റെ ഓയിൽ ഫിൽറ്റർ ഇത് ഗാസ്കറ്റ് അതിന് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വണ്ടിയിൽ നിന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടൊന്ന് ഓയിൽ ചൂടാക്കുക. ജസ്റ്റ് ഒരു 2 മിനിറ്റ്. അപ്പോൾ എല്ലാ ഓയിലും പെട്ടെന്ന് ഡ്രെയിനായിട്ട് വരും. ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് അഴിക്കാനായിട്ട് ഒന്നുമില്ല. ഓയിൽ ഫിൽറ്റർ അഴിക്കാനായിട്ട് ഇവിടെ ഒരു കവറുണ്ട്. ഇത് ഞാൻ ഓൾറെഡി ഇപ്പോൾ അഴിച്ചതാണ് കേട്ടോ. ഈ ഒരു അലങ്കി അഴിക്കുക, 5-ൻ്റെ അലങ്കി. അത് കഴിഞ്ഞിട്ട് ഇതാണ് ഓയിൽ ഫിൽറ്റർ. ഇത് ഓയിൽ ഫിൽറ്ററിൻ്റെ 8-ൻ്റെ സോക്കറ്റാണ്. അപ്പോൾ 8-ൻ്റെ സോക്കറ്റിന് നമ്മൾ സോക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സോക്കറ്റ് എടുത്തിട്ട് ഇത് അഴിക്കണം. അപ്പോൾ ഇത് അഴിച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോ കാണിച്ചു തരാം. ഞാൻ മാത്രം വീഡിയോ എടുക്കുന്നതിന് കറക്റ്റായിട്ട് കിട്ടൂല. അപ്പോൾ ഇത് അഴിക്കുക. അപ്പോൾ ഈ 3 ബോൾട്ട് അഴിക്കുക. ഇതാണ് ഓയിൽ ഫിൽറ്റർ വരുന്നത്. ഇവിടെ ഓയിൽ ഫിൽറ്റർ വരുന്ന 3 ബോൾട്ട്. ഇത് 8-ൻ്റെ സോക്കറ്റ് വേണമെന്നില്ല, സ്പാനറായാലും മതി. കോമ്പിനേഷൻ സ്പാനറായാലും മതി. പിന്നെ സോക്കറ്റ് ഇത്തിരി അവിടെ തട്ടുണ്ട്. അപ്പോൾ ഇത് 3 വോൾട്ട്. കവറ് വലിക്കുമ്പോൾ പൊട്ടാണ്ട് നോക്കണം, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ. അപ്പോൾ ഈ 3 വോൾട്ട് അഴിച്ചെടുത്തു. ഇതാണ് 3 വോൾട്ട്. ഇനിയിപ്പോൾ ഓയിൽ ഫിൽറ്ററുമ്പോൾ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്താൽ മതി. ഓയിൽ ഫിൽറ്ററുമ്പോൾ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തിക്കി കൊടുത്താൽ മതി. 3 അല്ല കേട്ടോ, ഓയിൽ ഫിൽറ്ററിന് 4 വോൾട്ട് ഉണ്ട്. ഒരെണ്ണം അടിയിലുണ്ട്. അപ്പോൾ അതും കൂടിയും അഴിക്കണം. 4 ബോൾട്ട് അഴിച്ചാലാണ് അത് ഓയിൽ ഫിൽറ്റർ എടുക്കാൻ പറ്റുള്ളൂ. അടിയിലൊരു സോക്കറ്റ്, ഒരു ബോൾട്ട് കൂടി ഉണ്ട്. അതിൽ ഒന്നുകൂടി അവരൊക്കെ കറുത്ത് തുടങ്ങി. 7,002 മാറ്റിയതാണ്. അപ്പോൾ ഇത് ഇതുണ്ട് ഓയിൽ ഫിൽറ്ററിനകത്തിരിക്കുന്ന ഗാസ്കറ്റ്. ഇതാണ് അതിൻ്റെ ഓയിൽ ഫിൽറ്റർ. പിന്നെ ഒരു സ്പ്രിങ്, ഓയിൽ ഫിൽറ്റർ സ്പ്രിങ്, പിന്നെ ഗാസ്കറ്റ്. ഓക്കെ, ഇത് ഓയിൽ ഫിൽറ്റർ. ഇനി നമുക്ക് ഓയിൽ ഡ്രെയിൻ ചെയ്യാം. ഓയിൽ ഡ്രെയിൻ ചെയ്തിട്ട് ഓയിൽ ഫിൽറ്ററും ഓയിലൊക്കെ പുതിയതായിട്ട് ഒഴിക്കും. ഓയിലെല്ലാം വരണതിന് മുന്നേ ഈ ക്യാപ്പൊന്ന്
അഴിച്ചു വയ്ക്കുക. കാരണം വെച്ചാൽ എന്നാലാണ് എല്ലാ ഓയിലും കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ അതും അഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓയിൽ ഊറ്റിയാൽ മതി. ഓയിൽ ഊറ്റാനായിട്ടൊരു 12-ൻ്റെ സോക്കറ്റ്, പിന്നെ ഒരു റാച്ചറ്റ് ഓൾറെഡി ഉണ്ട്.